ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ വിചാരിക്കണം എൻ്റെ ഫേസ് കണ്ടിട്ട് ഞാൻ ഉറങ്ങിയിരുന്നേച്ചാണോ അതിന് ഉറങ്ങാൻ പോവാണോ എന്നൊക്കെ. ഇപ്പം പാതിരാത്രി 12-ാം തീയതി കേട്ടോ, നവംബർ 12. ഇന്ന് വെളുപ്പിന് 1:11 അല്ല, ഇപ്പം സമയം 1 മണി ആയിട്ടില്ല, 12 സംതിങ് ആണ്. അപ്പം ഞങ്ങളൊരു യാത്ര പോകാൻ പോവാണ്. അത് വേറെ ഇവിടെ അല്ല, ഞങ്ങൾ ഗുരുവായൂർ പോകാൻ പോവാണ്. ഞങ്ങൾ കുറേ നാളത്തെ ആഗ്രഹമാണ് ഗുരുവായൂർ പോകണമെന്നുള്ളത്. പിന്നെ കുഞ്ഞാവെ കഴിഞ്ഞ ശേഷം പിന്നെ പോകാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഗുരുവായൂർ പോകാൻ ആഗ്രഹിച്ചിരുന്ന് ഗുരുവായൂർ പോകാനാണ്. ഇപ്പം രാത്രി 12, എനിക്കൊന്ന് 11:30 സംതിങ് ആയെന്ന് തോന്നുന്നു. കാരണം നമുക്ക് 12 മണിക്കെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. 1:11 ട്രെയിന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പകുതി മുക്കാൽ ഉറക്കത്തിലും കാര്യത്തിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് റൂമെടുത്ത് ഫ്രഷായിട്ട് അമ്പലത്തിൽ പോകത്തുള്ളൂ. അപ്പം ഞാൻ എല്ലാവരും ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലഗേജ് സാധനങ്ങളൊക്കെ കേട്ടോ, കൊണ്ടുപോകേണ്ട സാധനങ്ങളൊക്കെയാണ്. നമ്മൾ കാറൊന്നും എടുത്തില്ല. പോണ്ടേ, ഗുരുവായൂരപ്പനെ കാണാൻ പോണ്ടേ? അമ്മയൊക്കെ ഇറങ്ങിപ്പോണ്ട്. അപ്പം നമുക്ക് എന്തായാലും ഗുരുവായൂർ പോയിട്ട് വരാം. അപ്പം നമ്മൾ ഗുരുവായൂർ പോകുന്ന കാര്യങ്ങളൊക്കെ മാക്സിമം വീഡിയോ എടുക്കാൻ നോക്കുന്നതായിരിക്കും. നമ്മൾ എവിടെ പോണേ? നമ്മള് ഉറക്കത്തിന് എണീറ്റേ ഉള്ളു, ഞാനും എണീറ്റേ ഉള്ളു. അപ്പൊ നമ്മള് ഗുരുവായൂർ പോയിട്ട് വരാം. എല്ലാരും ഇറങ്ങിയിട്ടുണ്ട്. എന്തോ ഹലോ ഹലോ പതുക്കെ സംസാരിക്കണം, നാട്ടിൽ ഉറങ്ങാണ്. 1 മണിയാണ്ട് ആയിട്ടുണ്ട്. അയ്യോ ഒരു ഉറക്കം വരുന്നുണ്ട്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ മുട്ട അടിച്ചായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാ? അങ്ങനെ പളനിയെ കൊണ്ടുപോയി മുട്ട അടിച്ചിട്ടുണ്ട്. ഫുള്ള് വിഷമിക്കണ്ട, 1 മാസം കൊണ്ട് തിരിച്ചു വരും. ലഗേജ് ഒക്കെ കുറച്ചേ ഉള്ളൂ, കാരണം 1 ഡേ മാത്രമല്ല ട്രിപ്പ് ഉള്ളത്. നേരെ ഇന്ന് രാത്രി പോണ്, വെളുപ്പാരാവിലെ അങ്ങ് എത്തും. ഓ ഇത് വെച്ചോ, വെളുപ്പാരാവിലെ അങ്ങ് എത്തും. പൊന്നൂഷു, നമ്മൾ എവിടെ പോവാ മോനെ? ടുട്ടു ആരെടുത്തല്ലേ? പെട്ടെന്ന് നിമിഷം കണ്ടിട്ട് തിരികെ എഴുതി കൊടുത്ത്. കാരണം അത് കാണാനും ഉണ്ട് നല്ല പോലെ വരച്ച് കുളമാക്കി എന്റെ കൊച്ചിന്. ഒരിക്കൽ ആക്കാൻ ഇഷ്ടം. ആൺകൊച്ചായപ്പോ നമുക്ക് ഇതാക്കാൻ പറ്റത്തില്ലല്ലോ. സുന്ദരിയാ എന്റെ മോൻ, സുന്ദരന. അതെ, മൊട്ടത്തനെ വണ്ടി ഓടിക്കാണ്. ചേട്ടാ തൊപ്പി എടുത്തോ കേട്ടാ, നിന്റെ കെട്ടിയ അങ്ങനാ. അവിടെ അടുത്ത വ്ളോഗ് എടുത്തോണ്ടിരിക്കാണ്. 12:15 ആയി. നമുക്കിനി 3/4 മണിക്കൂറുണ്ട്. നമുക്ക് ഇത്രയും നേരം വേണ്ട, നമുക്ക് ഇത്രയും നേരം വേണ്ട. സത്യം പറഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് മതി വർക്കിലെ പോകാൻ വേണ്ടി. പക്ഷേ രാത്രിയാണ്, കുറച്ച് നേരത്തെ പോയി നിക്കാം. അപ്പം നമ്മളെ സ്റ്റേഷൻ വർക്കലയാണ്. വർക്കലയെന്ന് നേരെ ട്രെയിനിന്റെ പേര് ഗുരുവായൂർ എക്സ്പ്രസ് ആണ്. നേരെ ഗുരുവായൂരാണ്. അപ്പം നമ്മളിപ്പോ 1:15 ട്രെയിനാണ്. രാവിലെ 7:45 അവിടെ എത്തും. ചേട്ടത്തി മോനും കേട്ടുണ്ട്, അമ്മ കയറി, അച്ഛൻ കയറി. ഗുരുവായൂർ കണ്ണനെ കാണാൻ പോവാം. ഞങ്ങൾക്ക് എല്ലാം കാണിച്ചാൽ എവിടെ അറിയത്തില്ല, എന്നാലും മാക്സിമം എല്ലാം കാണിക്കാൻ നോക്കാം. ഓക്കെ മോനെ, നമുക്ക് പോയാലോ? ടാറ്റാ. എന്താ സംഭവം? രാത്രി 1 മണിക്ക് വിളിച്ചിട്ട് ടാറ്റ ചെയ്തായിരുന്നു എനിക്ക്. അവിടെ അടുത്ത് തന്നെ കേട്ടോ വർക്കല സ്റ്റേഷൻ. എത്ര കിലോമീറ്റർ? 6 കിലോമീറ്റർ അല്ലേ? ഇവിടെ 6-7 കിലോമീറ്ററേ ഉള്ളു വർക്കല സ്റ്റേഷൻ പോയിട്ട്. അപ്പം രാത്രി എല്ലാരും നല്ല ഉറക്കം കേട്ടോ. ഇവിടെ എല്ലാം വീടെല്ലാം ലൈറ്റ് ഒക്കെ ഓഫ് ആക്കി. കാരണം എന്താ പോസ്റ്റിലും വെട്ടമില്ല, അതാണ് പ്രത്യേകത. അറ്റത്ത് ഒരു പോസ്റ്റാണ് ഇത്ര നേരത്തെ വെട്ടം കണ്ടത്. ഞാൻ എന്ത് പറയാൻ വന്നായിരുന്നു, മറന്നുപോയി. ഇന്നലെ ഞാൻ പളനി പോയിട്ട് ഇന്ന് രാവിലെയാണ് വന്നത്. ഇന്നലെ ഉറങ്ങിയില്ല, മെനങ്ങാന്ന് ഉറങ്ങിയില്ല. മെനങ്ങാന്ന് കുറച്ച് ഉറങ്ങിയായിരുന്നു. രാത്രി 1 മണിക്ക് കൊണ്ട് ഒരുത്തുന്ന റോട്ടിരിക്കുന്നത്. ഇവന് ഉറക്കൊന്നുമില്ലേടി. എന്തോ കേസ് ഉണ്ടായി, പോലീസിനെ ഏൽപ്പിച്ച്. പോലീസ് വന്നു കേട്ടോ അവിടെ. എന്തോ ഞാൻ ആദ്യമായിട്ടാ പോണത്. അന്ന് വിടണ മോളെ? ഞാൻ പോയിട്ടുണ്ട്, 2 പ്രാവശ്യം. അച്ഛൻ പിന്നെ ഇടയ്ക്കിടെ പോകണോണ്ട് അറിയാം. ഞാൻ പോയിട്ടില്ല. എന്റെ കുഞ്ഞാമ്മ ഫസ്റ്റ് ടൈം ആണ് പോയിട്ടുണ്ട്. അച്ഛൻ കുറേ തവണ പോയിട്ടുണ്ട്, നമ്മളാരും പോയിട്ടില്ല. എന്റെ ഓർമ്മയിൽ 2 തവണയാണ് കേട്ടോ ഓർമ്മയുള്ളത്. 2 തവണ പോയിട്ടുണ്ട്. കാരണം ഒരു പ്രാവശ്യം ഞങ്ങൾ ലാസ്റ്റ് പോയപ്പോ ഗുരുവായൂർ പോയിട്ട് അവിടെ ഡ്രീം വേൾഡ് തൃശ്ശൂരാ, അവിടെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഓ, അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്റെ കുഞ്ഞൂസ് ഫസ്റ്റ് ടൈം ആണേ പോണത് അല്ലേ? കുഞ്ഞൂസ് കുമ്പറ്റിക്കണ്ണനെ കാണാൻ
കുഞ്ഞൂസ് ഉറക്കത്തിൽ എടുത്തോണ്ടൊന്നും എന്റെ കൊച്ചൊന്നും മനസ്സിലാവാതിരിക്കുക. നമ്മള് ബുക്ക് ചെയ്തത് AC കമ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ മോർണിംഗ് കൊണ്ടോടെ കിടക്കുന്ന കാര്യമാണ് റിസ്ക്. എങ്ങനെ അതും മേളിലാ കിട്ടിയേക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് 2 പേർക്കും അപ്പർ ഇതാ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് ഇനി എങ്ങനെയൊന്നും അറിയില്ല. എങ്ങനെ അടിച്ചത് കിടക്കായിരുന്നു മോനെ അടുത്ത് അന്ന് കിടന്നില്ലേ നമ്മള്. കാരണം ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ എനിക്ക്, അതൊരു കാര്യമാണ്. ഒന്നൊരു പകുതി ഉറക്കം ഉറങ്ങി എണീക്കാനുള്ള ഗ്യാപ്പ് ഉണ്ട്. ഏച്ചാ ഇത് കറക്റ്റ് ഗുരുവായൂരിപ്പ് ഇറങ്ങിയാണ്. അത് അവിടുന്ന് പിന്നെയും പോകും. അതല്ല ലാസ്റ്റ് ഗുരുവായൂരല്ലേ. അപ്പൊ ഉറങ്ങിപ്പോയാലും കുഴപ്പമില്ല. പൊന്നൂഷു എന്തിനാ പൊന്നൂഷു? പൊന്നൂഷു ഗുഡ് മോർണിംഗ്. രാവിലെയായി. ഗുഡ് മോർണിംഗ്. നമ്മളപ്പോ വർക്കല എത്തിയിട്ടുണ്ട്. സമയം 12:21. ഇനി ഒരു 3/4 മണിക്കൂറുണ്ട്. എങ്ങനെ പോലും 3/4 മണിക്കൂറുണ്ട്. നേരത്തെ വന്ന് തന്നെ നമ്മള് താടി വെച്ച് കളിക്കാം. മുടി വെട്ടിയാലെങ്കിലും ഇച്ചിരി നേരം അടങ്ങിയിരിക്കുന്നു വിചാരിച്ചു. പക്ഷെ മൊട്ടയാണ് ഗായ്സ്. എന്നാലും ഞാൻ മൊട്ട വെച്ച് വീഡിയോ എടുക്കും. അവളെ ഇടയ്ക്കിടെ സൂചിപ്പിക്കാൻ വേണ്ടി മോൻ ചേച്ചിന്ന് വിളിക്കുമെന്ന്. നീ ചേച്ചി അല്ല, അവനറിയാം അമ്മയ്ക്ക് ചേച്ചി. അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ചേട്ടൻ ആ മോനെയും കൊണ്ട് പോവാണ്. ലഗേജ് ഫുള്ള് എനിക്ക് തന്നിട്ടുണ്ട്. ഇതെന്താ കഴുത്തി കിടക്കുന്നത്? പാമ്പാ? ഇതേ എന്റെ മുത്തിന് ഇതില്ലാതെ പറ്റൂല. സീരിയസ്ലി ഇതിടാൻ പറ്റില്ല. മോന്റെ ഇരിപ്പിഴമാണ്. 19. ഓ 19. ഇപ്പൊ ഇത്ര 14 ആയതേ ഉള്ളു. ദൂരമുണ്ട്. ഉരുട്ടുന്നെങ്കിലും ക്ഷീണിച്ചേട്ടാ. എന്റെ കൊച്ചിനെ എടുക്കുന്ന തന്നെ നല്ലത്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ ഗൈസ്, ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 15 ആയതേ ഉള്ളു. ഇനിയുണ്ട്. പാലപ്പൂവിന്റെ മണമുണ്ട്. ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളു. ദൈവമേ, നമ്മൾ അന്ന് ഇവിടെ ഇരുന്നെന്ന് തോന്നുന്നു. പളനി പോവാൻ കൈ കഴിക്കുന്നു. അങ്ങനെ നമ്മള് മോന് ഷൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. താഴെ ഇറക്കി. ശബ്ദം കേൾക്കുന്നു. യോ ഇത് കല്ലാണ്. പേടി. ആ മോന്റെ ഉടുപ്പ് തിളങ്ങുന്നു. ക്യാമറ കാണുമ്പോ ഒരു കള്ളച്ചിരിയല്ലേ. എന്തുവാ 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 എന്തുവാ? രാത്രി പട്ടി ഓടിക്കണോ? അച്ഛന്റെ പൊന്നെ, എടാ പൊന്നു ചക്കരെ. ആ എന്താണ് പവാടി? എന്തുവാണ് പവാടി? ഇവിടെ നോക്കി ചിരിക്കി. ഓ ചിരിക്കാൻ പറഞ്ഞാ ചിരിക്കുന്നുണ്ട് കുട്ടി. അച്ഛന്റെ പൊന്നെ, ഒരാള് വിഷറി കിട്ടിയപ്പോ വലിയ എന്ത് സംഭവത്തിന് കൂട്ടി നിൽക്കാണ്. വേണമെങ്കിൽ എന്റെ മോതക്കിട്ട് അടിച്ചേരും. എന്നെ പോടാറങ്ങി. അയ്യോ അവര് സബ്സ്ക്രൈബേഴ്സിന് അടിക്കുന്നത്. വീശി കൊടുക്കണ്ട നിങ്ങൾക്ക് വീശി തരുക. എന്റെ കുഞ്ഞ് വീശി നിങ്ങൾക്കൊക്കെ കാറ്റ് തരാണ് എന്റെ കുഞ്ഞ്. ഓ മതി 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 മതി. ഇനി ഇന്ന് ക്യാമറ അടിച്ചു പൊട്ടിക്കും. താത്തേന്നല്ല, അടി കിട്ടിയാ? വളരെ പരപരമായി. അയ്യോ അടുത്ത കിട്ടിയല്ല. ഒന്ന് കിട്ടി ചിരിച്ചു കഴിഞ്ഞാ പിന്നെ കിട്ടിക്കൊണ്ടിരിക്കും. അയ്യോ 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 പാവം കേട്ടാ. കരഞ്ഞപ്പത്തേക്ക് ഓടി വന്നു. ഞാൻ കരഞ്ഞ അപ്പൊ ഓടി വരും കേട്ടോ. എന്റെ മോൻ സ്നേഹമുണ്ട്.
വീണുപോലെ. അങ്ങനെ കറക്റ്റ് 9:15 ട്രെയിൻ വന്നു. നമുക്ക് വീഡിയോസിന് എടുക്കാൻ പറ്റിയില്ല, കാരണം മോനുണ്ട്, ലഗേജ് ഉണ്ടായിരുന്നു. നമ്മൾ കയറിയപ്പോൾ തന്നെ ട്രെയിനകത്ത് ഫുള്ള് ആൾക്കാർ ഉറക്കുമായിരുന്നു, കാരണം 9:30 ആയില്ലായിരുന്നു. അപ്പം നമ്മളും പിന്നെ കയറി കിടന്നങ്ങ് ഉറങ്ങി. രാവിലെ ഒരു 7:30 എണീറ്റത്. ഞാൻ പിന്നെ കിടക്കുന്നതിന് മുന്നേ അലാറം വെച്ചിരുന്നു, കാരണം അറിയാം ഉറങ്ങിപ്പോയാൽ ശരിയാവത്തില്ല. പിന്നെ പ്രത്യേകതയുണ്ട്, ഈ ട്രെയിൻ ഗുരുവായൂർ വരെ ഉള്ളു. അതുകൊണ്ട് പിന്നെ നമ്മൾ പേടിക്കണ്ട. എന്നാലും അലാറം വെച്ചിരുന്ന് 7 മണിക്കാണ് അലാറം വെച്ചിരുന്നത്. 7:30 എന്തായാലും നമുക്ക് ഇവിടെ എത്തുന്ന അറിയാമായിരുന്നു. അപ്പോൾ നമ്മൾ എണീറ്റപ്പം തന്നെ ഏകദേശം 7-7:15 ആയിട്ടുണ്ട്. അച്ഛൻ്റെ മോനെ അപ്പം നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അമ്പലത്തിലോട്ട് പോയിട്ട് വരാൻ ഗായ്സ്. അലോക് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ചൂട്. ഈ റൂം ചെറിയ റൂമാണ്, ഭയങ്കര ചൂട്. കാരണം നമുക്ക് റൂം കിട്ടിയില്ല, ഈ റൂമിൽ ഉള്ളായിരുന്നു. ലാസ്റ്റ് കിട്ടിയത് കൊണ്ട് ഈ റൂമിൽ കിട്ടി. അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറെ ദൂരം അല്ലേ പോണമായിരുന്നു റൂമിന് വേണ്ടിട്ട്. മോനെ കാണിക്കാൻ മോൻ ഉറങ്ങിയാണ്. ഇതുവരിക്കും. അങ്ങനെ നമ്മൾ റൂമിലെത്തി. നമുക്ക് സത്യം പറഞ്ഞാൽ ലോഡ്ജ് ഒന്നും കിട്ടിയില്ല. പിന്നെ അമ്പലത്തിൻ്റെ അടുത്ത് ഒരു ലോഡ്ജ് കിട്ടി, പക്ഷെ അവിടെ 2 മുറിയേ ഉള്ളൂ. അത് ഏറ്റവും മുകളിലുമാണ്. അപ്പോൾ ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ നമുക്ക് നിവൃത്തിയിലോട്ട് എടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ആ റൂം എടുത്ത് നമ്മളെല്ലാവരും ഫ്രഷ് ആയിട്ട് നമ്മൾ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്ന് ഒരു 2 മിനിറ്റുള്ള അമ്പലത്തിൽ എത്താൻ വേണ്ടി. പിന്നെ എന്തുകൊണ്ട് നമ്മൾ ആ റൂം തന്നെ എടുത്ത്. അപ്പോൾ നമ്മളെല്ലാം ഫുഡ് കഴിച്ചിട്ട് ഫ്രഷ് ആയിട്ട് അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അമ്പലത്തിൽ പാൻറ്റും ഉടുപ്പൊന്നും പറ്റത്തില്ല, കാരണം ഞാൻ കൂടുതൽ മുണ്ട് ഉടുക്കാറില്ല. അച്ഛൻ മുണ്ടൊക്കെ ഉടുത്ത്, പക്ഷേ എനിക്ക് മുണ്ട് ശരിയാവാത്തതുകൊണ്ട് ഞാൻ ആദ്യം പാൻസൊക്കെ ഇട്ടാണ് പോയത്. പിന്നെ അവിടെ എത്തിയിട്ട് പണി പാളിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചു വന്ന് മുണ്ടൊക്കെ ഉടുത്തിട്ടാണ് തിരിച്ച് കയറി പോണത്. പിന്നെ നമ്മൾ പോയൊരു ദിവസം ചൊവ്വാഴ്ചയായിരുന്നു. അന്ന് പ്രത്യേക പൂജ എന്തൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അമ്പലം അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല നല്ല തിരക്കായിരുന്നു അന്ന്. സത്യം പറയാമല്ലോ, നല്ല തിരക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ അങ്ങോട്ട് നമുക്ക് കൂടുതൽ ഫോൺസ് ഉപയോഗിക്കാൻ പാടില്ല, അതിൻ്റെ റൂൾസൊക്കെ ഉണ്ട്. പിന്നെ ഫോൺ നമ്മൾ കൗണ്ടറിൽ വെച്ചിട്ടാണ് പോയത്. അങ്ങനെ പ്രത്യേകിച്ച് ഷൂട്ട് എടുക്കാൻ പറ്റിയില്ല അകത്തുള്ളത്. അങ്ങനെ നമ്മൾ ഭഗവാനെ കണ്ട് തിരിച്ച് ലോഡ്ജിലെത്തി. റൂമിലാട്ടോ ഞങ്ങൾ ഇപ്പോൾ സമയം, എനിക്ക് തോന്നുന്നത് സമയം എത്ര നോക്കട്ടെ, ഒരു മിനിറ്റ്. സമയം ഇപ്പം എങ്ങനെയാണ് നോക്കുന്നത്? പച്ചക്കത്തലയിൽ പോയി. ഇപ്പം സമയം 5:30 ആവുന്നുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് തൊഴിലൊക്കെ ഇറങ്ങി വന്നത് നമുക്കൊന്നും കടകളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ കുറേ കടകളൊക്കെ കണ്ടായിരുന്നു, കളിപ്പാട്ട കടയൊക്കെ. അപ്പോൾ നമ്മളിവിടെ ഗുരുവായൂർ വന്നിട്ട് അതൊക്കെ കാണാൻ എങ്ങനെ പോകുന്നതല്ലേ. അപ്പോൾ ഞങ്ങൾ വിളിച്ച് വൈകിട്ട് എന്തായാലും ട്രെയിൻ 11 മണിക്ക് രാത്രിയിലാണ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് എന്തായാലും വൈകിട്ട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത്, കാരണം കുഞ്ഞുങ്ങൾ ട്രെയിനിലായതുകൊണ്ട് അവൻ്റെ ഉറക്കൊന്നും ശരിയായില്ല. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ഇപ്പോൾ എഴുന്നേറ്റ് ഫ്രഷായി. പിന്നെ ഞങ്ങൾ അമ്പലത്തിനോടൊക്കെ പോയി സ്ഥലങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ച്. കുഞ്ഞവിടെ ഉണ്ട് കേട്ടോ ബഹളം. ചേട്ടൻ റെഡി ആവുന്നു. അപ്പം ഇടയ്ക്ക് ഞങ്ങൾ ഫോൺ കൊണ്ട് അത് അമ്പലത്തിൽ പോയി. അവിടെ ചെന്നപ്പോഴേ അറിഞ്ഞത് ഫോൺ കൂടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫോൺ റൂമിൽ കൊണ്ട് വെച്ചിട്ടാണ് പിന്നെ കയറിയത്. അതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനിയിപ്പം കടകളൊക്കെ കാണിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ കാണിച്ചു തരാവേ. പിന്നെ ഇവിടെ ഫാനിൻ്റെ ശബ്ദമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. ഇവിടെ ഒരാളിങ്ങനെ നടക്കുക. കപ്പാട്ടം മേടിക്കാൻ പോണോ കുഞ്ഞുസേ? കപ്പാട്ടം മേടിക്കാൻ പോണോ നമുക്ക്? കുഞ്ഞിന് തോക്ക് വേണോ? തോക്ക് അവന്റെ തോക്ക് നോക്കട്ടോ. അവന്റെ തോക്ക് നോക്കാം. അവന്റെ തോക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ? ജസ്റ്റ് അങ്ങോട്ടൊക്കെ പോകണം, കാരണം കച്ചവടങ്ങളും കാഴ്ചയൊക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അതെല്ലാം കാണാൻ പോവാണ്. മുട്ടി അടിച്ചിട്ട് ഞാൻ തന്നെ എൻ്റെ മുടി ഇടകളി നോക്കിയാണ്. ഒരു മാസം കൊണ്ടൊക്കെ വരുമായിരിക്കും അല്ലേ. ഇതാണ് നമ്മളെ ലോഡ്ജിൻ്റെ ഫ്രണ്ട് ആംബിയൻസ്. ആന എടുത്തുന്നത് ഇവിടെ വലിയൊരു ആനയുണ്ട് ഗായ്സ്. പൈസ നോക്കിയില്ല ഗായ്സ്, നമ്മളൊരു ആനക്കുട്ടീനെ അങ്ങ് വാങ്ങിച്ചു. അത് കൊമ്പനെ തന്നെ അങ്ങ് വാങ്ങിച്ചു. ഇവിടെ കൊമ്പവൻ്റെ തുറന്നു. വലിയ വലിയ ലോഡ്ജൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അവന്റെ തോക്കിരിക്കുന്ന നമ്മളെ നോക്കേ. ടോട്ടോ അച്ഛന്റെ പൊന്നെ
പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് അച്ഛൻ്റെ കൂടെ ആയിരുന്നു. അച്ഛന് തോക്ക് കൊടുത്തായിരുന്നു. പിന്നെ അതും വെച്ചുകൊണ്ട് വഴി പണം എല്ലാവരെയും വെടിവെച്ചിട്ടാണ് ആശാൻ പോയത്. നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് കുറേ കളിപ്പാട്ടങ്ങൾ, പിന്നെ പൂക്കടയുണ്ട്, പിന്നെ സ്നാക്സുകളുണ്ട്, ഇഷ്ടംപോലെ കച്ചവടമാണ്. വിളക്കിൻ്റെ ഐറ്റംസില്ലേ, വിളക്ക്, പിന്നെ ഗിഫ്റ്റുകൾ, പിന്നെ കീ ചെയിൻസ്, അതിൻ്റെ കടയാണ് ഇഷ്ടംപോലെ ഉള്ളത്. പിന്നെ പാത്രക്കടകൾ, നമുക്ക് വേണ്ട അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചായിരുന്നു. പിന്നെ അലോകിനും അഡ്വിക്കിനും വേണ്ടി കളിപ്പാട്ടം വാങ്ങിച്ച്, മോനൊരു തോക്ക് വാങ്ങിച്ചു ചേട്ടാ, ഒരു വെറൈറ്റി തോക്കൊക്കെ വാങ്ങിച്ചു മോന്. പിന്നെ വില വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വിലക്കുറവൊന്നുമില്ല, അത്യാവശ്യം നല്ല വിലയൊക്കെ ഉണ്ട് ചേട്ടാ. നമ്മളവിടെയൊക്കെ ഇവിടെയൊക്കെ ഉള്ള വില തന്നെയാണ് അവിടെ ഉള്ളത്. പിന്നെ ഐറ്റംസ് കുറേ ഉണ്ട്, കളിപ്പാട്ടം ആയിക്കോട്ടെ, എന്തായാലും സംഭവം കുറേ ഉണ്ട്. എന്താ ഇത്? മുല്ലപ്പൂ മോനെ, നീ ഇതുവല്ല അറിയുന്നുണ്ടാ? എനിക്ക് ഇടയ്ക്ക് ചൊറിയുമ്പോ നമ്മളെ കൈയൊക്കെ ചൊറിയത്തില്ല, നീ കടിച്ചപ്പോ ഞാൻ ഇങ്ങനെ നല്ല സുഖമാണ്. അപ്പം നമ്മള് ഭഗവാനെയൊക്കെ കണ്ട് നമ്മൾ അവിടുത്തെ യാത്രയൊക്കെ ഒരു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ രാത്രി 11 മണിക്കാണ് ട്രെയിൻ. അപ്പൊ നമ്മള് സ്റ്റേഷനിലോട്ട് പോവുക കേട്ടോ. എന്റെ കൊച്ചാണ് വ്ളോഗില് കാര്യം പറയുന്നത്. പിന്നൊരു കാര്യം, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോ വീഡിയോ എടുക്കണം വിചാരിച്ചു, പക്ഷെ അവിടെ ക്യാമറ കൂടി യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, സാധനങ്ങൾ മേടിക്കാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാനും മറന്നുപോയി. അതല്ല, അവിടെ പരിസരത്ത് വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് അവിടുത്തെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ എവിടെ പോണ്? എന്തോ പെട്ടെന്ന് വിരളെ കാണിക്കും. അപ്പൊ നമ്മുടെ കുഞ്ഞു വ്ലോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ബൈ.